പലപ്പോഴും നമ്മളൊരു മൂവിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കയറിയതിന് ശേഷം എത്ര ബോർ മൂവിയാണേലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരില്ല, നമ്മളത് കാണും അല്ലേ. ബിസിനസ്സിലും ഇത് തന്നെ സംഭവിക്കും. ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് ചില കാര്യം ഒട്ടും അങ്ങ് ശരിയാവുന്നില്ല എന്നിരുന്നിട്ടും അവരതിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുടെ റിപ്പോർട്ടിംഗ് ഒക്കെ കാണുമ്പോൾ വൈ കുഡന്റ് ദേ ജസ്റ്റ് ലീവ് ഫോർ ദെംസെൽസ് എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഓൾറെഡി ആളുകൾ അവരുടെ കുറേയേറെ എമൗണ്ട് ഓഫ് മണി, അവരുടെ ടൈം, അവരുടെ എഫേർട്ട് അതൊക്കെ അതിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇമോഷൻസ് ടു. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കെ അവർക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുക. സങ്ക് കോസ്റ്റ് ഇസ് എൻ അക്കൗണ്ടിങ് ടേം. അതിന്റെ അർത്ഥം എ കോസ്റ്റ് വിച്ച് ഹസ് ഓൾറെഡി ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ്. പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പോൾ ഈ സങ്ക് കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു മൂവിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കയറിയതിന് ശേഷം എത്ര ബോർ മൂവിയാണേലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരില്ല, നമ്മളത് കാണും അല്ലേ. ബിസിനസ്സിലും ഇത് തന്നെ സംഭവിക്കും. വളരെ പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയ ബിസിനസ് ആയിരിക്കാം, പക്ഷെ അത് ഒട്ടും വർക്കൗട്ട് ആവുന്നില്ല, നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നേ ഇല്ല. എന്നിട്ടും നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തന്നെ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ ഹോൾഡിംഗ് ഓൺ ടു അവർ പാസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് ഫോർവേഡ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരിക്കലും ഒരു പരാജയമല്ല, അത് നമ്മൾ വിജയത്തിലേക്ക് എടുക്കുന്ന ഒരു റൈറ്റ് സ്റ്റെപ്പാണ്.